ഹായ്, പൈതഗോറസിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ മുകളിൽ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്, ഒന്ന് കാണണേ. കാരണം അതിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ഞാൻ മനഃപൂർവ്വം ചരിച്ച് വരച്ച കേട്ടോ. കാരണം പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെയും തരാം, നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി, കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി. ഇതും റൈറ്റാങ്കിൾ ട്രയാങ്കിൾ തന്നെയാണ് കേട്ടോ. PQR ഒരു സൈഡ് കൊടുക്കാം. ഇവിടെ നമുക്ക് A എന്ന് കൊടുക്കാം, ഇവിടെ B എന്ന് കൊടുക്കാം, ഈ സൈഡ് C എന്ന് കൊടുക്കാം. ഓക്കെ, ഇവിടെ നമുക്കൊരു ഡയമെൻഷൻ കൊടുക്കണമല്ലോ. ഇവിടെ നമുക്കൊരു 5 സെൻറ്റിമീറ്റർ കൊടുക്കാം. ഇവിടെ നമുക്കൊരു 12 സെൻറ്റിമീറ്ററും കൊടുക്കാം. C നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് ചോദിച്ച ക്വസ്റ്റ്യനാണ് കേട്ടോ. എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഫൈൻഡ് ദ സൈഡ് PR. ഓക്കെ, PR സൈഡിൻ്റെ ലെങ്ത് എത്രയെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, എന്താണ് നമ്മുടെ ഫോർമുല? C² = A² + B². ഇതാണ് നമ്മുടെ ഫോർമുല. ഓക്കെ, അപ്പോൾ നമുക്ക് ഗിവൺ ഡയമെൻഷൻ നമുക്ക് എടുത്തെഴുതാം. എന്തൊക്കെ ഡയമെൻഷൻ നമുക്ക് തന്നിട്ടുണ്ട്? നമുക്ക് PQ തന്നിട്ടുണ്ട്. PQ എത്രയാണ്? അല്ല, PQ എത്ര? 5 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. QR എത്ര തന്നിട്ടുണ്ട്? QR 12 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. PR ഇല്ല. PR നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, PR² = PQ² + QR². മനസ്സിലായില്ലേ? ഇത് തന്നെയാണ് സംഭവം. PR അതാണ് PR. PQ നടക്കുന്നു. PQ അതിൽ A²ൻ്റെതാണ്. B² വേണ്ട, QR². അത് തന്നെ നേരെ ഇങ്ങോട്ട് എഴുതിയെന്നേ ഉള്ളൂ, സൈഡ് എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ PR² എത്രയാണ്? PR² എത്ര? 5 അല്ലേ? 5² + QR² എത്ര? 12. 12 സ്ക്വയറാണ്. 5ൻ്റെ സ്ക്വയർ എത്രയാണ്? 25. 12ൻ്റെ സ്ക്വയർ എത്ര? 12 നമ്മൾ ടേബിൾ പിടിക്കുക. 144 നമുക്ക് കാണാൻ അറിയാം അല്ലേ? അതിൻ്റെ കുടിച്ച് നോക്കേണ്ട കാര്യമില്ല. 144. ഓക്കെ, PR² = എത്രയാണ്? 144 25 9 169 കിട്ടും. അപ്പം PR² കിട്ടും. അപ്പോൾ PR = √169. അതായത് സ്ക്വയർ പോകുമ്പോൾ അത് റൂട്ടായിട്ട് മാറും. നമ്മൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിക്കുന്നത് അത്. ഇപ്പം 169ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. കാണാൻ അറിയത്തില്ല. ഓക്കെ, നമുക്ക് അന്നേരം ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ മെത്തേഡുണ്ട്. ഇപ്പം നമുക്കിപ്പം ഡിവിഷൻ മെത്തേഡിൽ ചെയ്യാം, ലോൺ ഡിവിഷൻ മെത്തേഡിൽ ചെയ്യാം. ഈസി ആയിട്ട് നമ്മൾ PSCക്കൊക്കെ ഈസി ആയിട്ട് കണ്ടുപിടിക്കുന്നുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോ ചെയ്തു തരാം. ഇപ്പം നമുക്കിപ്പം സാധാരണ ബേസിക്കായിട്ടുള്ള കാര്യമല്ലേ, ബേസിക്കായിട്ട് നമ്മളിപ്പം പഠിക്കുന്ന തന്നെ ചെയ്യാം. 169ൻ്റെ റൂട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം വലത് സൈഡിൽ നിന്ന് ഗ്രൂപ്പ് ചെയ്യണം. ഓക്കെ, ഗ്രൂപ്പ് ചെയ്ത് 69. അപ്പം 1 ഇവിടെ 1 അല്ലേ ഉള്ളൂ. 1ൻ്റെ സ്ക്വയർ 1 തന്നെ. ഓക്കെ, 16 താഴെ ഇറക്കി. 1 + 2 ആക്കി. ഇവിടെയായിട്ട് കൊടുക്കുന്ന നമ്പർ നോക്കണം. അന്നേരം നമ്മൾ ഇവിടുത്തെ ലാസ്റ്റ് ഡേറ്റ് എത്രയാണ്? 69 ആണ്. 69 ലാസ്റ്റ് ഡേറ്റ് എത്രയാണ്? 9 ആണ് അല്ലേ? അപ്പോൾ 9 വരണമെങ്കിൽ നമുക്ക് ഏതൊക്കെ നമ്പർ ആയിരിക്കും? 3 × 3 9 എന്ന് വരാം. പിന്നെ ഏതാ? 7 × 7 49 വരാം. അപ്പോൾ ഈ 2 നമ്പർ ആയിരിക്കും നമുക്ക് ഇവിടെ മാച്ചായി വരുന്നത് അല്ലേ? ഇവിടെ കൊടുക്കുന്ന നമ്പർ അതിൻ്റെ ഇൻറ്റു ആണ് അല്ലേ? അപ്പോൾ 23 ഇട്ട് നോക്കാം. 23 × 3 നോക്കാം.
23 നോക്കാം. 9 6 ഓക്കെ, അത് കിട്ടി, അത് കറക്റ്റായിട്ട് കിട്ടി. അപ്പോൾ 69. അപ്പം 20 നമുക്ക് എത്രയാണ്? 3 ആണ് അല്ലേ? 3 ഇവിടെ 3 വന്നു. അപ്പം നമുക്ക് എത്രയാണ് റൂട്ട്? എത്രയാണ്? 13 ആണ് റൂട്ട്. 13 സെൻറ്റിമീറ്റർ. മനസ്സിലായല്ലേ? അത്രയേ ഉള്ളൂ. സിമ്പിളാണ്. നമ്മൾ ഈ ഫോർമുല ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ അതിന് ആൻസർ തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ബൈ.